ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കാൻ 5 ഉറപ്പുകൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ്, വനിതാ സംരംഭകർക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ എന്നിവയാണ് കോൺഗ്രസിന്റെ ഉറപ്പുകളിൽ പ്രധാനം. ആനന്ദ് നഗറിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പ്രചരണ സമ്മേളനത്തിനായിരുന്നു ഖാർഗെയുടെ ഈ പ്രഖ്യാപനം. പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ഒരാൾക്ക് 11 കിലോ ധാന്യങ്ങൾ നൽകിയിരുന്ന പദ്ധതി പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബനാഥകൾക്ക് പ്രതിമാസം 3000 രൂപയുടെ സഹായവും നൽകും. കാശ്മീരി പണ്ഡിറ്റ് കുടിയേറ്റക്കാരുടെ പുനരധിവാസത്തിന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ഖാർഗെ വെളിപ്പെടുത്തി. നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ള, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. ജമ്മു കാശ്മീരിൽ 1 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുണ്ട്. എന്നാൽ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നിലവിലെ ഭരണക്കാർ ഇവിടുത്തെ ജനങ്ങൾ ദരിദ്രരായി തുടരാനാണ് കൂടുതൽ താൽപ്പര്യം. അതിനാൽ തന്നെ ഒഴിവുകളൊന്നും നികത്തുന്നില്ല. കോൺഗ്രസ് NC സഖ്യം അധികാരത്തിൽ വന്നാൽ എല്ലാ ഒഴിവുകളും നികത്തുക തന്നെ ചെയ്യും. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ഖാർഗെ വ്യക്തമാക്കി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 20 സീറ്റ് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ BJPക്കാർ ഇപ്പോൾ ജയിലിലായനെയെന്നും വിമർശനവും മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തി. 400 സീറ്റുകൾ ഉറപ്പാണെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപ് BJP സർക്കാർ പറഞ്ഞിരുന്നു. എവിടെ പോയി നിങ്ങളുടെ 400 സീറ്റ്? ഇത്തവണ അവർക്ക് 240 കൊണ്ട് തൃപ്തിയടേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് 20 സീറ്റ് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അവരെല്ലാം ഇപ്പോൾ ജയിലിലാകുമായിരുന്നുവെന്നും ശരിക്കും തടവറ അവർ അർഹിക്കുന്നുവെന്നും ഖാർഗെ തുറന്നു പറഞ്ഞു. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് താഴ്വരയിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ 5 വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് കോൺഗ്രസിന്റെ ഈ പുതിയ നീക്കം. പ്രധാനമായും കാശ്മീരിലെ സ്ത്രീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയത്. വനിതാ സംരംഭകർക്ക് പലിശരഹിത വായ്പ നൽകുന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മു കാശ്മീർ ഒരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുന്നത്. അതിനാൽ ഏതു വിധേനയും താഴ്വരയിലെ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം വ്യക്തമാക്കുന്നതാണ് കോൺഗ്രസിന്റെ ഈ പുതിയ പ്രഖ്യാപനം. വ്യക്തമാക്കുന്നതാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കമെന്നതിൽ ഒരു സംശയവുമില്ല. വീട്ടമ്മമാർക്ക് മാസം 3000 രൂപ വീതം നൽകുമെന്നും കൂടാതെ ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് 11 കിലോഗ്രാം ധാന്യങ്ങൾ വീതം ലഭ്യമാകുമെന്നുള്ള വാഗ്ദാനമാണ് കോൺഗ്രസ് നൽകുന്നത്. വനിതാ വോട്ടർമാരെ ആകർഷിക്കുകയെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്ത്രം തന്നെയാണ് കോൺഗ്രസ് നിയമസഭയിൽ നടപ്പിലാക്കുന്നതെന്ന് വ്യക്തമാണ്. ഇതിന്റെ ഭാഗമായാണ് പലിശരഹിത വായ്പയുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്ന് കോൺഗ്രസ് വെളിപ്പെടുത്തുന്നത്. വനിതാ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള പലിശരഹിത വായ്പ നൽകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. കൂടാതെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്ന വാഗ്ദാനവും പ്രധാനമാണ്. OBC വിഭാഗത്തിന് ഭരണഘടന നിഷ്കർഷിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാകുമെന്നും അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ വെച്ച് വ്യക്തമാക്കി. നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ളയുടെ സാന്നിധ്യത്തിലായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ പ്രഖ്യാപനങ്ങൾ. 4000-ലധികം സ്കൂളുകൾ കാശ്മീരിൽ അടച്ചുപൂട്ടിയെന്ന ആരോപണം അദ്ദേഹം ഉയർത്തി. അതിനിടെ തന്നെ തിരഞ്ഞെടുപ്പ് സന്നാഹങ്ങൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണിപ്പോൾ കാശ്മീരിൽ. ജമ്മു കാശ്മീരിൽ അവസാനമായി 2014-ലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ പ്രാവശ്യം വോട്ടർമാരുടെ പങ്കാളിത്തം വിപുലീകരിക്കാനുള്ള നീക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും അനാവശ്യമായി തടങ്കലിൽ വെക്കരുതെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പോളിംഗ് ബൂത്തുകൾ എവിടേക്ക് മാറ്റരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനോട് അറിയിച്ചതായി പുറത്തുവരുന്ന സൂചനകൾ. കൂടാതെ അവസാന നിമിഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികൾ റദ്ദാക്കുകയെന്ന പതിവ് രീതി വേണ്ടെന്നും കമ്മീഷൻ അധികൃതരോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു. കൂടാതെ അധികാരത്തിലെത്തിയാൽ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തങ്ങൾ അധികാരത്തിലെത്തിയാൽ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനം. BJP ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടണമെന്നും അല്ലാത്തപക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യ പ്രഖ്യാപനം അതായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. BJP ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും മേഖലയിലേക്ക് സംസ്ഥാന പദവി തിരിച്ചുവരുമെന്നത് ഞങ്ങൾ ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഇന്ത്യ സഖ്യത്തിന്റെ കീഴിൽ ഞങ്ങൾ സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നതിന് മുൻപ് ആദ്യം ഒരു സംസ്ഥാനമായിരുന്നു. എന്നാൽ BJP 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി അവ തരം താഴ്ത്തി.
ജനാധിപത്യം എന്ന പദം യഥാർത്ഥത്തിൽ സ്വന്തം അസംബ്ലിയുള്ള ഒരു സംസ്ഥാനത്തിനാണ് ചേരുന്നത്. അവിടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും നിയമങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാശ്മീരിൽ നിന്ന് തട്ടിയെടുത്തുവെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. 1947 മുമ്പുള്ള ജമ്മു കാശ്മീരിലെ രാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. എന്തായാലും BJPയെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കൈയൊഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ്, ശിവസേന എന്നിവയടങ്ങുന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിനൊപ്പം ചേർന്ന് കൈകൊടുക്കാനാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ നിലവിലെ തീരുമാനം. പുറത്തുവരുന്ന പ്രീപോൾ സർവേ റിപ്പോർട്ടുകളും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നതും.